പുതിയ ഹൈവേ കേരളത്തിൽ വന്നിട്ടുണ്ട്. എത്ര പേർക്കറിയാം എങ്ങനെയാണ് അതിൽ ഡ്രൈവ് ചെയ്യേണ്ടതെന്ന്? 3 വരിയാണ് വൺ സൈഡ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും 3 വരിയായിട്ട് 3 ലൈൻ ഉണ്ടാവും. പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും. 4 വീൽ കാറൊക്കെ എടുത്തു പോകുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്, ഡ്രൈവ് ചെയ്യുന്ന വണ്ടി എടുത്തു പോകുന്ന ആൾക്കാർ. പക്ഷെ അപകടങ്ങൾ അനുദിനം നമ്മളെ കേരളത്തിൽ റോഡുകളിൽ വർദ്ധിച്ചുകൊണ്ട് വരുന്നു. കുറച്ച് അശ്രദ്ധ മൂലമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. എല്ലാവർക്കും വണ്ടി ഓടിക്കാനൊക്കെ അറിയാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയില്ല. പിന്നെ അതുപോലെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ, നമ്മൾ ഡിസിപ്ലിൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ. നമ്മളെ റോഡ് എന്ന് പറയുന്നത് ഇപ്പം പഴയ പോലെ തന്നെയാണ് ഇന്ത്യയിലും കേരളത്തിലും ഉള്ളത്. ഇപ്പം 3 വരി പാത ഓൾമോസ്റ്റ് ആയി. എന്നാലും അതിലെങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ നമ്മൾ അനുദിനം വണ്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കേരളത്തിൽ വർദ്ധിച്ചിട്ടില്ല. റോഡിൻ്റെ സൗകര്യമാണെങ്കിലും പാർക്കിംഗ് ആണെങ്കിലും, ഒരു ബിൽഡിംഗ് നമ്മളൊരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ്, ഒരു സ്ഥലത്ത് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ പാർക്കിംഗ് വരെ ഇല്ല നമ്മളെ കേരളത്തിലും. പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ നമ്മളൊരു ഷോപ്പിങ്ങിന് പോയി നമുക്ക് പാർക്ക് ചെയ്യാൻ ചിലപ്പോൾ ആ ടൗണിൽ എവിടെയും പാർക്കിംഗ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ അടുത്തൊരു അപകടം നടന്ന് ചുരം ഇറങ്ങുമ്പോൾ ഒരു ട്രാവലർ അപകടത്തിൽപ്പെട്ടിട്ട് കുറച്ച് പേരുടെ ജീവനൊക്കെ പോകാൻ സാഹചര്യം ഉണ്ടായി. അപ്പം നമ്മൾ അത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം. നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ബൈ ചാൻസിൽ അപകടങ്ങൾ സംഭവിച്ചേക്കാം. വേറെ ഓപ്പോസിറ്റ് വരുന്ന ആൾ ഉറങ്ങിപ്പോയാൽ വരെ നമ്മളെ വണ്ടിക്ക് വന്ന് ഇടിച്ചിട്ട് നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ മാക്സിമം കെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള വാഹനത്തിൽ നമ്മൾ പോയിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, നമ്മൾ വലിയ ചുരമൊക്കെ ഇറങ്ങുമ്പോൾ, ട്രിപ്പൊക്കെ പോയി ചുരം ഇറങ്ങുമ്പോൾ, വലിയ കയറ്റമൊക്കെ ഇറങ്ങുമ്പോൾ, നമ്മളൊരു ഏതാണോ ഗിയറിൽ ആ കയറ്റം കയറിയത് ആ ഗിയറിൽ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം സെക്കൻഡ് ഗിയറിലാണ് ഒരു ചുരം കയറുന്നതെങ്കിൽ ആ സെക്കൻഡ് ഗിയറിൽ തന്നെ നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു ഇഞ്ചിൻ ബ്രേക്ക് നിങ്ങൾക്ക് അതിൽ ലഭിക്കും ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങുമ്പോൾ. പിന്നെ നിങ്ങളൊരു 4th ഗിയറിൽ 5th ഗിയറിൽ ചുരം ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുമ്പം ബ്രേക്കിനാണ് കൂടുതൽ ഫോഴ്സ് വരൽ. അതല്ലാണ്ട് ഒരു പിടുത്തം ഉണ്ടാവില്ല എഞ്ചിനിലെ. സെക്കൻഡ് ഗിയറിൽ കയറിയ കയറ്റം സെക്കൻഡ് ഗിയറിൽ തന്നെ ഇറക്കുമ്പോൾ നിങ്ങൾക്കൊരു വണ്ടിക്കൊരു പിടുത്തം ഉണ്ടാവും. അപ്പോൾ കുറച്ച് മാത്രമേ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരൂ. അപ്പോൾ നിങ്ങൾ ഡിസ്ക് ഒന്നും ചൂടാവാൻ സാധ്യതയില്ല. നിങ്ങൾ 4th 5th ഗിയറിൽ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചവിട്ടി ബ്രേക്കിൻ്റെ ഡിസ്ക് ചൂടായി നിങ്ങൾക്ക് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥ വരും. അങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പലപ്പോഴും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പല ആൾക്കാരും, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ബാക്കിൽ ആരെങ്കിലും വന്ന് ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സൈഡ് കൊടുക്കും അവർക്ക്. അല്ലെങ്കിൽ ബാക്കിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അർജൻറ്റ് ആണെങ്കിൽ, അവർക്ക് കയറി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും. ഇനി കയറുന്ന സമയത്ത് അവർ വേറൊരു വണ്ടി വരുന്നു, അവർക്ക് ഓപ്പോസിറ്റ് കയറാൻ പറ്റുന്നില്ല എന്ന് ഞാൻ സ്ലോ ആക്കി കൊടുക്കും. അതാണ് നമ്മളെ ഡിസിപ്ലിൻ. ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഡിസിപ്ലിൻ അങ്ങനെ നമ്മൾ ചെയ്യുക. ചില ആൾക്കാർ ഞാനൊക്കെ പലപ്പോഴും ഉള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരാൾ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ ഒരാളുണ്ടാവും. അവരെ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവരെ പാസ്സാക്കുന്നില്ല, ഒരു ഈഗോ എന്തോ പ്രശ്നമാണ് അവർക്ക് പല ആൾക്കാർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ. ഞാൻ ഹോൺ അടിച്ചു കഴിഞ്ഞ് പിന്നെ അവർ സൈഡ് തരില്ല, സ്പീഡ് കൂട്ടും. പക്ഷെ അവർക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്ക് പോകാൻ പറ്റൂല, നമുക്കതാണ് ബുദ്ധിമുട്ടാവല്. അവർ പോവില്ല, നമ്മളെ പോകാൻ അനുവദിക്കില്ല. അങ്ങനത്തെ കുറേ ആൾക്കാർ നമ്മളെ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സൈഡ് കൊടുക്കുക. എന്തിനാണ് വെറുതെ? നിങ്ങൾക്കൊരു അർജൻറ്റ് കാര്യമില്ല, നിങ്ങളെ ബാക്കിൽ ഒരു വണ്ടി ഉണ്ട്, നിങ്ങളെ ഹോൺ അടിച്ച് നിങ്ങൾ സൈഡ് കൊടുക്കുക, അവർ കയറിപ്പോട്ട്. ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതായത് ഡിസിപ്ലിൻ ഒട്ടും, ലൈസൻസ് ഉണ്ടാവും, അത്യാവശ്യം ഡ്രൈവും ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾ മാക്സിമം ഹോണൊക്കെ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ വളവ്, മലയോര പ്രദേശത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ റോഡിലുണ്ടെങ്കിലൊക്കെ ഹോൺ ഉപയോഗിക്കുക. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഹോൺ എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കുകയില്ല. അങ്ങനെ ഹോൺ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വലിയ അപകടങ്ങളാണ് വരുന്നത്. ചിലപ്പോൾ ആൾക്കാർക്ക് ഐഡൻറ്റിറ്റി ചെയ്യാൻ പറ്റൂല, വണ്ടി വരുന്നുണ്ട്. പിന്നെ അതുപോലെ വളവുകളിലൊന്നും ഹോൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് സേഫ്റ്റി. അതുപോലെ വളവൊക്കെ നമ്മളിപ്പോൾ മലയോര പ്രദേശത്ത് അല്ലെങ്കിൽ വലിയ വലിയ വളവുകളുള്ള പ്രദേശത്തെല്ലാം ആണെങ്കിൽ നിങ്ങളെ സൈഡ് തന്നെ മാക്സിമം കീപ്പ് ചെയ്തിട്ട് വളവൊക്കെ ഒടിച്ചു പോവുക. റോങ് ആയിട്ട് നമ്മൾ
വളവ് ഒടിച്ചൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പുതിയ ഹൈവേ കേരളത്തിൽ വന്നിട്ടുണ്ട്. എത്ര പേർക്കറിയാം എങ്ങനെയാണ് അതിൽ ഡ്രൈവ് ചെയ്യേണ്ടതെന്ന്? 3 വരിയാണ് വൺ സൈഡ് വരുന്നത്, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും 3 വരിയായിട്ട് 3 ലൈൻ ഉണ്ടാവും. പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം പിന്നെ കാസർഗോഡ്, എൻ്റെ നാട് കാസർഗോഡ് ടു മാംഗ്ലൂർ, മംഗലാപുരത്തേക്ക് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞു. നമുക്കൊരു ഹാഫ് ആൻ അവർ, ഇപ്പം 3/4 മണിക്കൂർ മതി നമുക്ക് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പം കോഴിക്കോട് ആ സൈഡൊന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. കുറച്ച് മാഹി, തലശ്ശേരിയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എറണാകുളം സൈഡ്, കേരളം മൊത്തമാണ് ഈ ഹൈവേ പോകുന്നത്, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ. പക്ഷെ പലർക്കും അറിയില്ല എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന്. ഈ പുതിയ ഹൈവേയിൽ 3 വരി ഉണ്ട്. അതിൽ സെൻട്രലായിട്ട് നമ്മൾ മാക്സിമം സെൻട്രൽ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. മാക്സിമം ഒരു 60-70 സ്പീഡിൽ 80 പോകുന്നുണ്ടെങ്കിൽ സെൻട്രൽ പിടിച്ച് പോവാം. അല്ലെങ്കിൽ നിങ്ങൾ അതിലും താഴെയാണ് വലിയ ട്രക്കുകൾ, അതുപോലെ നിങ്ങൾക്ക് പതുക്കെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്ക് പിടിച്ചിട്ട് നിങ്ങൾ പോവാം. നിങ്ങൾ സെൻട്രൽ പിടിച്ചിട്ട് ഒരു നോർമൽ സ്പീഡിൽ പോകുമ്പം നിങ്ങളെ മുമ്പിൽ ഒരു വാഹനം ഓവർടേക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റിലേക്ക് കീപ്പ് ചെയ്തിട്ട് ഫാസ്റ്റ് ട്രാക്കിൽ കയറിയിട്ട് ആ വാഹനത്തിന് ഓവർടേക്ക് ചെയ്തതിന് ശേഷം ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് ഇട്ടിട്ട് ഇതേ ലൈൻ തന്നെ കീപ്പ് ചെയ്ത് പോവാം. നിങ്ങൾ എപ്പോഴും പോകേണ്ടത് സെൻട്രൽ ട്രാക്കിലാണ്. അത്യാവശ്യം സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒട്ടും സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല, പുതിയ പഠിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഏറ്റവും സ്ലോ ട്രാക്കിൽ പോവുക, അതായത് ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും 3ാമത്തെ ട്രാക്കിൽ പോവുക. നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഫസ്റ്റ് ട്രാക്ക് ഉപയോഗിക്കുക. അത് ഓവർടേക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ മാക്സിമം ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഗ്ലാസ് ഒക്കെ നോക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പം വണ്ടി ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ക് ചേഞ്ച് ചെയ്യാൻ. അതുപോലെ ഇൻഡിക്കേറ്റർ ഇടുന്നതും നല്ലതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഹൈവേയിലൊക്കെ അപകടങ്ങൾ ഒരുപാട് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ ഹൈവേ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇവിടെയും കുറച്ച് പണി നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ മാക്സിമം ശ്രദ്ധിച്ചു പോവുക. ചില ഏരിയയിൽ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടാകും. കുറച്ച് സമയം നിങ്ങൾ പോയി കഴിഞ്ഞിട്ടില്ലാകുമ്പം വൺ സൈഡ് ആയിരിക്കും. പിന്നെ കുറച്ച് സമയം കഴിയുമ്പം ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലത്തെ പണി കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓപ്പോസിറ്റ് വരുന്നുണ്ടാവും. അപ്പം നിങ്ങൾ അത്രയും ഇത് വൺ വേ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് എത്ര സ്പീഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൺട്രോൾ കിട്ടില്ല, വാഹനം പോയിട്ട് അപകടത്തിൽ പെടാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കംപ്ലീറ്റ് ആകുന്നത് വരെ ഒരു മിനിമം സ്പീഡിലൊക്കെ പോവുക. പിന്നെ അതുപോലെ ഈ കംപ്ലീറ്റ് ആയ സ്ഥലത്തൊക്കെ സെൻട്രൽ തന്നെ ആയിട്ട് ട്രാക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നു, ഞാനും പലപ്പോഴും നല്ല സ്പീഡിൽ പോവാറുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ശതമാനം എപ്പോഴെങ്കിലും ഒരു നല്ല സ്പീഡിൽ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കാറൊക്കെ ഓടിച്ച് പോകുമ്പോൾ നമ്മൾ എത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാലും നമ്മളൊരു ഡെസ്റ്റിനേഷനിലേക്ക് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വൈകിട്ട് നമ്മൾ സ്ലോയിൽ പോയി കഴിഞ്ഞാലും സ്പീഡിൽ പോയി കഴിഞ്ഞാലും ഒരു 10 മിനിറ്റിൻ്റെ ഒരു ഡിസ്റ്റൻസേ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു 100-150 കിലോമീറ്റർ പോകുന്നു, നല്ല സ്പീഡിൽ റിസ്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് നേരത്തെ എത്തും. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ നോർമൽ സ്പീഡിൽ കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വൈകിട്ടെത്തും. ഈ 10 മിനിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് എടുത്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം നമ്മൾ മാക്സിമം നമ്മളൊരു 60-70 എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെത്ര കെയർ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാലും ഓപ്പോസിറ്റിൽ വരുന്ന ആൾ കെയർ ചെയ്ത് ഓടിക്കാണ്ട് അവർ ഉറങ്ങിപ്പോയാലൊക്കെ അപകടങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വന്നിട്ട് ആക്സിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മളെ ഭാഗത്തുനിന്ന് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഓരോരോ ആൾക്കാരും ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരും കെയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞെങ്കിൽ അപകടങ്ങൾ കുറയും. അതുപോലെ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നവർ, നിങ്ങൾ ഉറങ്ങാണ്ട് ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെ മൈൻഡ് ചിലപ്പം ചിന്തിക്കും കുറച്ചും കൂടെ പോവാം, നമുക്ക് അവിടെ എത്തേണ്ടടുത്ത് എത്തും. എന്തായാലും മാക്സിമം ഒരു 12 മണി വരെയൊക്കെ മാക്സിമം, അല്ലെങ്കിൽ 1 മണി വരെയൊക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അതിൻ്റെ അപ്പുറം നിങ്ങൾ രാത്രിയിലൊക്കെ ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അർജൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും 1 മണിയൊക്കെ ഡ്രൈവ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മൈൻഡ് പറയും ഇനിയും കുറച്ച് ദൂരം പോകാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആൾക്കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോവാറുണ്ട്. നമുക്കൊരിക്കലും പറയാൻ പറ്റൂല ഉറങ്ങിപ്പോവോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ മാക്സിമം ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ അങ്ങനെ ഉറക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കുക, കുറച്ച് നേരം ഉറങ്ങുക. അപ്പം നിങ്ങൾ ആ ഒരു ഉറക്കുന്നില്ല, ആ ഒരു മയക്കം പോയി കിട്ടും. നിങ്ങൾ പിന്നെയും കുറച്ച് നേരം
ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മാക്സിമം ഞാൻ പറയുന്നത് ഒരു 12-1 മണി വരെയൊക്കെ മാക്സിമം നൈറ്റൊക്കെ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ള അപകടങ്ങൾ കുറഞ്ഞു വരും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ വാഹനങ്ങൾ ഓരോ ദിവസം പുതിയ പുതിയ കമ്പനി വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, പാർക്കിംഗ് വലിയ വലിയ ബിൽഡിങ്ങിലില്ല, പിന്നെ അതുപോലെ നമുക്ക് റോഡ് അതിനനുസരിച്ചിട്ടില്ല. അപ്പം നമ്മളെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കെയറിങ് ഒക്കെ, പിന്നെ ഡ്രിങ്ക്സ് അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഉറങ്ങാണ്ട് വണ്ടി ഓടിച്ചിട്ട് നിങ്ങൾ റിസ്ക് എടുക്കുന്നത്, ഡ്രിങ്ക്സ് അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത്, പിന്നെ ഓവർ സ്പീഡ്, ഇത് നിങ്ങൾക്ക് മാത്രമല്ല അപകടം, നിങ്ങൾക്ക് എതിരെ വരുന്ന ആൾക്കാർക്ക് അപകടമായിട്ട് മാറും അത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ, അതുപോലെ കെയർ ചെയ്യാണ്ടുള്ള ഡ്രൈവിങ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മാക്സിമം കേരളത്തിൽ റോഡുകളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ 18 വയസ്സാണ്ട് ലൈസൻസ് ഇല്ലാണ്ട്, 18 വയസ്സിന് ലൈസൻസ് എടുക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈസൻസ് ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് നമുക്കൊരു പക്വത വരുന്ന, ചെറിയൊരു പക്വത വരും 18, ആ ഒരു വയസ്സിലാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്. അപ്പം നമുക്ക് അതിന് ഇപ്പം 17-16 ആകുമ്പോൾ നമ്മൾ കുട്ടികൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പക്വത ഉണ്ടാവില്ല. അവർ കെയർ ചെയ്യാണ്ട് പോയിട്ട് വേറെ ആക്സിഡൻറ്റുകൾ വേറെ വണ്ടിക്കൊക്കെ സംഭവിക്കും, വേറെ ആൾക്കാർക്ക് സംഭവിക്കും. അപ്പോൾ 18 വയസ്സ് എന്തായാലും ആകുമ്പം ലൈസൻസ് എടുത്തിട്ട് മാത്രം, ലൈസൻസ് ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ലൈസൻസ് എടുത്തിട്ട് മാത്രം ഡ്രൈവ് ചെയ്യുക. ഇപ്പം പലരും നമ്മൾ നിരത്തുകളിൽ തന്നെ ലൈസൻസ് എടുക്കാണ്ട് ഡ്രൈവ് ചെയ്യുന്നത്, അവരൊക്കെ വലിയ പ്രശ്നങ്ങളിൽ വരും. കാരണം എന്തെങ്കിലും ഒരു സംഭവിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ബാക്കിൽ പിന്നെ പോകേണ്ടി വരല്, ലൈസൻസ് ഇല്ലാണ്ടൊക്കെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഡ്രൈവിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴത്തെ കേരളത്തിലെ ട്രാഫിക്, റോഡ്, പിന്നെ ആൾക്കാരുടെ പെരുമാറ്റം, ഡ്രൈവിംഗ് കൾച്ചർ, ഇതൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വാഹനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് ഞാൻ അധികം ഇടുന്നത്. അപ്പോൾ ഒരു ആൾക്കാർക്ക് ഉപകാരപ്പെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി കണ്ടന്റ് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഇനിയും വാഹനമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ കാർ റിവ്യൂസ്, യൂസർ റിവ്യൂസ് ഒക്കെ കാണണമെങ്കിൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. താങ്ക് യു.